ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എല്ലാവർക്കും ബിജോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചക്ക വെട്ടി കുറച്ച് ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് നമുക്ക് ചക്ക വരട്ടി ഉണ്ടാക്കാം കേട്ടോ. ചക്ക വരട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ചക്ക ഇല്ലാത്ത കാലമാകുമ്പോഴും നമുക്ക് ചക്കയുടെ കുമ്പിളപ്പൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വരട്ടി വെക്കാൻ ഓർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക വരട്ടാതെ അട ഉണ്ടാക്കുന്നത്. ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ട് പ്രാവശ്യം നമുക്ക് വരട്ടിയിട്ടുണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളിത് ആദ്യം ചിലത് ഒത്തിരി പഴുത്ത് പോയത് ഞാൻ അരിഞ്ഞില്ല കേട്ടോ. ബാക്കി ഒത്തിരി പഴുക്കാത്ത ചക്കയൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2 വിസിൽ അടുപ്പിക്കാവേ. നമ്മുടെ ചക്കയ്ക്ക് ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പരിവായി കിട്ടി. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതിൻ്റെ കൂടെ നമുക്ക് ശർക്കര പാനിയും ചേർക്കാം. ഏലക്കായും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. നമ്മുടെ ചക്ക വരട്ടാനുള്ള പാനിലേക്ക് ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരച്ചതിട്ട് കൊടുക്കുവാണേ. ഇനി എല്ലാം അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ടേ. 5 ഏലക്കായ ശർക്കര പാനി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ചക്കപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. മധുരം നോക്കിയിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചക്കപ്പഴം ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനിയും 3-4 ഏലക്കയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളി ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമ്മൾ ചെറുതീ ആദ്യമേ ഇച്ചിരി തീ കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ. പിന്നീട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. ഫുള്ളായിട്ട് ബബിൾ വന്ന് പൊട്ടിത്തെറിക്കും. നമ്മുടെ മുഖമൊക്കെ ബോഡിയൊക്കെ ഫുള്ള് വികൃതമായി മാറും. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ഒന്ന് ചൂടാകാൻ വേണ്ടി പാത്രമൊക്കെ ചൂടാൻ വേണ്ടി അപ്പോൾ ഞാൻ കുറച്ചൊരു നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അടി പിടിക്കാതെ. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ ചക്ക വരട്ടി ഇതാകത്തില്ല കേട്ടോ. ഞാൻ ഈ മറ്റേ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം രാവിലെയും കുറച്ച് നേരം വൈകിട്ടാണ് 3-4 ദിവസം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം പറ്റണം. പിന്നെ അത് വെള്ളം ഉണ്ടല്ലോ, ഫുള്ള് വെള്ളം പറ്റി ഈ ഇതിൽ നിന്നിങ്ങനെ ഒട്ടി ഇങ്ങനെ വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചക്ക വരട്ടി റെഡി ആകത്തുള്ളൂ. അത് നന്നായിട്ട് വെള്ളം പറ്റിയാൽ മാത്രമേ നമ്മുടെ ഈ ചക്കപ്പഴം കേടുകൂടാണ്ട് ഒരുപാട് വർഷങ്ങൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഒത്തിരി വർഷങ്ങൾ ഇരിക്കുന്നതിന് ഉണ്ടാക്കി കുറച്ച് പണിയാന്നേ ഉള്ളൂ, പക്ഷേ ഒത്തിരി നാളിരിക്കും കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് ഇനി അതിൻ്റെ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ശർക്കര പാനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഈ ചക്ക വരട്ടി തിന്നാണ്ട് ഈ സമയത്ത് നമുക്ക് കോരി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരെ പറ്റിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുണ്ട്. ഈ ഏലക്കായുടെയും മറ്റേ ശർക്കരയുടെ ഒക്കെ ടേസ്റ്റ് നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ ചക്കപ്പഴത്തിന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കണ്ടോ. ഈ സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പോലെ കണ്ടോ. ഈ സമയത്ത് നമ്മൾ തീ ചെറുതായിട്ട് കുറച്ച് വെക്കണേ. അല്ലെങ്കിൽ പരിസരം മൊത്തം ആവുകയും ചെയ്യും. നമ്മുടെ ഫേസിലേക്കും എല്ലാം തെറിക്കും. കണ്ടിന്യൂസ് ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. 3 ദിവസം എടുത്തു കേട്ടോ ഇങ്ങനത്തെ പരിപാടി കിട്ടാൻ. ഞാൻ രാവിലെ ഒരു 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ് അങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ ആക്കാറുള്ളൂ. ഇന്നത്തെയും കൊണ്ട് ഇതുണ്ടാകും. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നു തുടങ്ങി. ഈ പരിവാകുമ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ചൂടാറിക്കഴിയുമ്പോൾ സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുക. ഒരുപാട് നാളിരിക്കും കേട്ടോ. ഞാൻ ഇന്നലെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അടയുണ്ടാക്കി. ഇങ്ങനെ എപ്പോഴും നമുക്കെടുത്ത് അടയുണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ചക്കയുടെ കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.